പ്രവർത്തിക്കാരൻ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാവണെന്ന് അറിയോ ഫ്ലീറ്റോ? എത്ര പ്രാവശ്യം ഞാൻ കനകനെയും ചമന്തിനെയും വിളിച്ചെന്നറിയോ? രണ്ടുപേരും ഫോൺ എടുത്തിട്ടില്ല, വഴക്കായിരിക്കും. പിന്നെ അവര് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ നിന്റെ അടുക്കളയിൽ അരി അങ്ങ് വേവൂല. എന്റെ അടുക്കളയിൽ അരി വേവാത്ത കാര്യമല്ല പറഞ്ഞത്. ഫ്ലീറ്റോയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അവനെന്നെ അങ്ങ് എന്തൊക്കെയാ പറഞ്ഞ എന്നെ വെല്ലുവിളിച്ചേ. അതെ, ഞാൻ തിരുവനന്തപുരത്തെ പുലിയാടി. പുലി നിങ്ങൾ പുലിയല്ല, കഴുതപ്പുലി. കഴുതപ്പുലി നിന്റെ ആങ്ങള. അവൻ ഹവീൽദാര മോനാണ്. അവൻ വീട്ടിൽ ആരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിട്ട് എന്തായി അവനെ ഹവീൽദാരുടെ മോൻ തന്നെ, അതിനകത്ത് ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് അവന് കിട്ടും. എന്ത് കിട്ടും? എനിക്ക് തരാനായിട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്ത് കാണിച്ചു കൊടുക്കാനായിട്ട്? അവൻ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്ന് കേൾക്കേണ്ടി വരും നിങ്ങൾ. ഇതുണ്ടല്ലോ, ഇത് എന്റെ വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഞാൻ കളി തുടങ്ങിയിട്ടില്ല. എന്നോട് കളിച്ചാണ്ടല്ലോ ഞാൻ വെറും തറയാവും. അതിന് അവൻ എന്താ ഉള്ളത്? ആരാ ഫോൺ അടിക്കാൻ നോക്കടി. അവൻ എന്താ ഉള്ളത്? എന്താ നീ ആരോടാ? വേണ്ട അങ്ങനെ. ഹലോ അളിയാ, നിനക്ക് 100 ആയുസാണ്. നിന്റെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഫോൺ എടുക്കാത്ത അതായത് പിന്നെ നമ്മൾ തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ ഇനിയും കുറേ വർഷം തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് അളിയൻ വേഴ്സസ് അളിയൻ ഇങ്ങനെ കുറേ നാൾ കൂടി പോകുന്നു. കാറ്റോ ഓക്കെ ആണോടെ? രാക്കിയാ? അതിൻ്റെ പേര് രാക്കി എന്നല്ല, ഓക്കി. അയ്യോ കഷ്ടം. നീ പറത്തിക്കളയോ ഞങ്ങളെ എവിടെ നിന്ന്? എന്തോ? ഹലോ കട്ട് ചെയ്തോ. എന്താ പറഞ്ഞത്? എന്നെ പേടിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് കാറ്റ് ഇങ്ങോട്ട് വരണുണ്ട്, ഒരു കൊടുങ്കാറ്റ്. പേടിക്കല്ലേ, പറന്നു പോകാൻ നോക്കിക്കോണം കേട്ടാ. അവന് ഭ്രാന്ത്, തലയ്ക്ക് അവിടെ തട്ട് കിട്ടിയിട്ടുണ്ടാവും. കൊടുങ്കാറ്റ്. നിന്റെ മാമൻ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ പറത്തിക്കളയുന്നു. നമ്മളെ അല്ല, ഡാഡിയാ. വരട്ടവൻ പറത്താനായിട്ട്. കാറ് വന്നു, ഇനി കാറ്റ് കൊടുത്ത് കാറിൽ വിട്ട് കാണാമോ? അളിയാ, കനകം പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ല. എൻ്റെ വീട്ടിൽ കുറച്ച് പണി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. അതായത് ഞാൻ കുറച്ച് ദിവസം ഇവിടെ താമസിക്കും. സാധനങ്ങളൊക്കെ ബാക്കിൽ നിന്ന് വരണുണ്ട്. തങ്ക, നീ പോയാൽ ചാവിങ് എടുത്തുണ്ടോ? അളിയാ, നീ എൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല? ഇതാണ് എൻ്റെ ഭാര്യ രാഖി. ഓക്കെ അല്ല അളിയാ, രാഖി. എന്തല്ലേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഞാൻ അവിടെ തൊട്ടടുത്ത് എത്തിയില്ലേ? നിനക്കിനി ഏത് കാര്യവും ഏത് പാതിരാക്കി എൻ്റെ അടുത്തൊന്ന് പറയാം, ഞാൻ ഉണ്ടാവും.